ഓം പാവകാന സരസ്വതി വാജേഭിർവാജിനീവതി യജ്ഞം വഷ്ടുധിയാ വസു. ഓം തത്സത് ശ്രീ ബ്രഹ്മണേ സച്ചിദാനന്ദായ നമോ നമഃ. സത്സമ്പ്രദായ പ്രഭവേ ശ്രീകൃഷ്ണായ നമഃ. ജഗദ്ഗുരു ആചാര്യശ്രീ ശങ്കര ഭഗവത്പാദായ ശ്രീ ചിന്മയാനന്ദ സ്വാമിനേ ച നമഃ. നമസ്സർവേഷാം മഞ്ചസ്ഥാനാം സദസ്യാനാം ച. വേൾഡ് ഓർഡർ, കോൺഫ്ലിക്റ്റ്, Advaitic interpretation. The matter is abridged in the slides in English, and I would like to proceed with the description in Malayalam language. ഈ വിഷയത്തിനുള്ള ഭൂമിക ആവശ്യത്തിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രത്യേകാത്മാ ദർശനമാണ്, ശാരീരക ദർശനമാണ് ശങ്കരാചാര്യർ അവതരിപ്പിച്ചത്. ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൻ്റെ പേര് ശാരീരക മീമാംസാ ഭാഷ്യമെന്നാണ്. ശാരീര ശബ്ദത്തിനർത്ഥം ശരീരത്തിലുള്ള, ക അൽപേകൻ, ശരീരത്തിലുള്ള ചെറിയ ആത്മാവ്. ശരീരങ്ങളിൽ പ്രവർത്തിക്കുന്ന നിലയിൽ ബ്രഹ്മത്തിൻ്റെ ആത്മാവിൻ്റെ ദർശനമാണ് ശാരീരക ദർശനം. ശാരീരക മീമാംസാ ഭാഷ്യത്തെയും ഈശാവാസ്യ ഭാഷ്യത്തെയും ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പം ലോകക്രമം എന്ന് പറയുന്നത് സത്യത്തിൽ അനാദിയായ ഒരു പ്രവാഹമാണ് ലോകം. അതിൽ ഭാരതീയ ദർശനം അനുസരിച്ച്, വൈദിക ദർശനം അനുസരിച്ച് 3 അടിസ്ഥാന സത്തകളുണ്ട്. ഭാരതീയ ദർശനങ്ങളെല്ലാം ഈ 3 അനാദി സത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാന സത്തകളെ അധികരിച്ച് അഭിപ്രായം നിർബന്ധമായിട്ടും പറഞ്ഞു പോകുന്നുണ്ട്. ഈശ്വരൻ, പ്രകൃതി, ജീവൻ. ഈ 3ഉം ഒന്നാണ് എന്ന് പറയുന്നിടത്താണ് അദ്വൈത ദർശനത്തിൻ്റെ വൈശിഷ്ട്യം. ഭേദം സാധാരണ നിലയിൽ ദൃശ്യമാണ്, അതിന് അഭേദം അത്രയും ദൃശ്യമല്ല. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഈ ലോകത്തിൻ്റെ യഥാർത്ഥ ആധാരം ഏതൊന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ലോകം നിലനിൽക്കുക. അതിൻ്റെ പേരാണ് പ്രത്യേകാത്മാവ്, ദ ഇൻഡിവിജ്വൽ സെൽഫ്. പക്ഷേ നമ്മളുടെ പാഠപുസ്തകങ്ങളിലാവട്ടെ, അധ്യയന ശീലങ്ങളിലാകട്ടെ, ആത്മാവിൻ്റെ ദർശനം ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല, പഠന വ്യവസ്ഥയിൽ ഇന്നില്ല. എന്നിട്ട് ഈ പറയുന്നു ഈ ലോകക്രമം ന്യൂ വേൾഡ് ഓർഡറാണ് എന്ന്. അപ്പോൾ ആത്മാവിൻ്റെ ദർശനം പലതരത്തിൽ ലോകത്ത് വിഭിന്ന സംസ്കൃതികളിൽ ഉണ്ടായിരുന്നു. സോൾ, സ്പിരിറ്റ്, ഈ പേരിലൊക്കെ. അതുപോലെ തന്നെ തിയോളജി ഉണ്ടായിരുന്നു വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ. അപ്പോൾ ഈ സ്പിരിറ്റ്, സോൾ എന്നുള്ള ആ പദത്തിനൊരു പ്രാധാന്യമുണ്ട്, ആത്മാവ് എന്ന ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ ഈശ്വരൻ, ദൈവം ആ സങ്കല്പത്തിലേക്കല്ല പോകുന്നത്. അപ്പോൾ ജീവകേന്ദ്രീകൃതമാണ് ഈ വ്യവസ്ഥ. ജീവന് വേണ്ടിയുള്ള സുഖ ദുഃഖ അനുഭവത്തിനുള്ള വ്യവസ്ഥയാണിത്. ഇത് തമ്മിലൊരു പാരസ്പര്യമുണ്ട്. ഈ ചിന്ത വളരെ പഴയതാണ്, എല്ലാ സംസ്കൃതികളും ഏറ്റെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ന്യൂ വേൾഡ് ഓർഡർ എന്ന ഒരു വിഷയം വരുന്നത് എവിടെയാണ്? ചേതന സത്തയെ അംഗീകരിക്കാതിരിക്കുക. ജഡസത്ത, ഇനേർട്ട് മാറ്റർ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ എല്ലാ വിഷയങ്ങളെയും, അതുവരെയും പൂർവ്വലോകം എന്തെല്ലാം വിഷയങ്ങളെ മുൻനിർത്തി പഠനങ്ങൾ നടത്തിയിരുന്നു അതിനെയെല്ലാം പ്രകൃതിയിലേക്ക് ചുരുക്കുക. ബാക്കിയുള്ള സത്തകളുടെ അസ്തിത്വത്തെ നിഷേധിക്കുക. ഒരു പ്രത്യേകതരം അദ്വൈതമാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജഡാദ്വൈതം എന്ന് പറയാം. അതിന് നേരെ വിപരീതമായിട്ട് ചേതനാദ്വൈതമാണ് അദ്വൈതം ശങ്കരാചാര്യ പദ്ധതിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ സമസ്യകളുടെ ആധാരം മറ്റൊന്നുമല്ല, ലോകക്രമത്തിൻ്റെ ആധാരമായിരിക്കുന്ന ചേതനത്തെ തിരിച്ചറിയാതിരിക്കുക. ചേതനത്തിൽ നിന്ന് ജഡമുണ്ടായി, ജഡത്തിൽ നിന്ന് ചേതനമുണ്ടായി എന്നും മറ്റും പഠിപ്പിക്കുക. അങ്ങനെ മെറ്റീരിയലിസം, ഐഡിയലിസം തുടങ്ങിയുള്ള സമ്പ്രദായങ്ങൾ അങ്ങനെ 2 തട്ടിൽ 2 വിരുദ്ധ ചേരികളിലാക്കിക്കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പരിണാമത്തെയും അതുപോലെ തന്നെ വികാസത്തെയും ചിന്തിക്കുക. വൈരുദ്ധ്യവാദം എന്ന് പറയും, ഡയലക്റ്റിക്കൽ. മെറ്റീരിയലിസം ഉണ്ട്, ഐഡിയലിസം ഉണ്ട്.
അപ്പോൾ ഇതിന് 2 ധ്രുവങ്ങൾ വേണം. ആ 2 ധ്രുവങ്ങൾ എങ്ങനെ? ജഡം, ചേതനം. ഇതിലേതാദ്യം ഉണ്ടായി? ഇതൊക്കെയാണ് ഫിലോസഫിയുടെ വലിയ ചർച്ചകൾ. അപ്പോൾ അങ്ങനെ പുതിയ ലോകക്രമം വരുന്നു. ആ ലോകക്രമത്തിൽ ആത്മാവ് എന്നത് അടിപ്പെട്ടു പോകുന്നു. ഇവിടെ അത് ആധാരമാണ്, മറ്റേത് ചിന്തയുടെ തന്നെ എവിടെയോ വിസ്മൃതിയിലാണ്ടു പോകുന്നു. ഇപ്പോൾ 2ഇടത്തും അത് ആധാരമായിട്ടുണ്ട്. ഒന്ന് വിസ്മരിക്കപ്പെട്ട നിലയിലാണെന്ന് മാത്രം. അതുകൊണ്ട് എന്തുണ്ടായി? ചേതനത്വമില്ലാത്ത ജഡപ്രകൃതിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ. ചേതന ലോകം അല്ല, ജഡലോകമാണ് നമ്മളുടെ മുമ്പിലുള്ളത്, അതാണ് നമ്മളുടെ അനുഭവത്തിലുള്ളത്, അതിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നോക്കി അറിയാം. അതോടെ എന്തുപോയി? അന്തര്യാമി അല്ലെങ്കിൽ മനസാക്ഷി എന്ന ഭാവത്തിൽ നമ്മോടൊപ്പമുള്ള ഈശ്വരൻ്റെ സാന്നിധ്യവും വിസ്മൃതമായി. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥ, ലോകക്രമം, അത് സംഭാവന ചെയ്യുന്ന ഒരു സുഖമോ സംതൃപ്തിയോ നൽകാതെ ആന്തരികമായിട്ട് തകരുകയാണ്. ഇന്നർ ഫെയിലുറാണ്. ഈ ഇന്നർ ഫെയിലർ, ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഇതെങ്ങനെ തകരുന്നു എന്നതിൻ്റെ പഠനമാണ് മിക്കവാറും എല്ലാ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പഠനങ്ങളുടെയും ഇന്നത്തെ ഒരു രീതി. ഈ ആഭ്യന്തര വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് അവരവരുടേതായ രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകക്രമം പഴയത് പുതിയത് എന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നുവെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ളത് ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് തന്നെയാണ്. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ബ്രഹ്മസൂത്ര ബി എന്ന പേരോടുകൂടി ഇത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലും മറ്റും ഉള്ളതാണ്. KV ഹരിദാസൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധനായ ചിത്രകലാ അധ്യാപകനുണ്ടായിരുന്നു. 2014 അദ്ദേഹം മരണപ്പെട്ടു. നിയോ താന്ത്രിക് മൂവ്മെൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകത ഹാർമണൈസസ് ദ ഡ്യുവാലിറ്റീസ്. വൈരുദ്ധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായിട്ട് കാണുന്നില്ല, അതിനെ എങ്ങനെ ജീവിതത്തിൽ അതെങ്ങനെ സമന്വയിച്ചിരിക്കുന്നു എന്ന് ചിത്രകലയിലൂടെ ആവിഷ്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ബ്രഹ്മസൂത്രത്തെയാണ്. ഒരു സീരീസാണ് ബ്രഹ്മസൂത്ര സീരീസ്. അപ്പോൾ അതിൽ റെക്റ്റിലീനിയർ, കർവിലീനിയർ ഇങ്ങനെ ഷേപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വിപരീത ധ്രുവങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം 2 വൈരുദ്ധ്യങ്ങൾ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമ്മൾ കാണുന്ന വൈരുദ്ധ്യങ്ങളെ എങ്ങനെ സമന്വയിപ്പിക്കാം, അതിൻ്റെ ഒരു പ്രത്യേക ചിത്രണമാണ്. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ കാണാം. സ്വസ്തിക തുടങ്ങിയുള്ള ആശയങ്ങളൊക്കെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ്. അപ്പം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള റിയാലിറ്റി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാവുന്ന ഒരു വിഷയമല്ല. സോഷ്യൽ ഓർഡർ, കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ വിഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ മനസ്സിന് കാണണമെന്നുണ്ടെങ്കിൽ അത് റിജനുവേറ്റ് ആൻഡ് ഹീൽ ദ വ്യൂവേഴ്സ് മൈൻഡ്, കൃത്യമായിട്ട് അതിലേക്ക് മനുഷ്യൻ്റെ ചിന്ത എത്തിക്കുക എന്നതിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ചൊരു സങ്കേതമാണ്. അതിന് വളരെ വ്യാപകമായി സ്വീകൃതി കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മസൂത്ര ബി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ശാസ്ത്രങ്ങളുടെ ഒരു കാലമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തകയാണ് മേരി പി ഫോലറ്റ്. അവരുടെ ഒരു പ്രസ്താവനയാണിത്. കോൺഫ്ലിക്റ്റ് ഈസ് നോട്ട് വാർഫെയർ. വൈരുദ്ധ്യമല്ല, സംഘർഷം എന്ന് പറയുന്നത് യുദ്ധമൊന്നുമല്ല, യുദ്ധസമാനമായ സാഹചര്യമൊന്നുമല്ല. ബട്ട് ഈസ് ഓൺലി ആൻ അപ്പിയറൻസ് ഓഫ് ഡിഫറൻസ്. അപ്പിയറൻസാണ്, അതായത് തോന്നലാണ്. ഭിന്നം എന്ന് തോന്നിക്കുന്നു. യഥാർത്ഥത്തിൽ ഭിന്നതയുണ്ടോ? ആ ഭിന്നതയെ നിർദ്ധരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഭേദം തോന്നുന്നു എന്നതേ ഉള്ളൂ, മറിച്ച് അത് ആധാരത്തിൽ ഇല്ലാത്തതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഓൺലി ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. മാനേജ്മെൻറ്റ് ലെവൽ എന്തൊക്കെയാണോ വൈരുദ്ധ്യങ്ങളുള്ളത് അതൊക്കെ എന്താണ്? വെൻ എവർ ഡിഫറൻസസ് അപ്പിയർ, അത് പുറത്തേക്ക് ഭേദരൂപത്തിലെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഡിഫറൻസസ് എക്സിസ്റ്റ് നാച്ചുറലി, സ്വാഭാവികമാണ്, സഹജമാണ്. ഈ വ്യത്യാസത്തിൻ്റെ ഒരു പ്രതീതി എന്നത് സഹജമാണ്. പക്ഷേ അവർ പറയുന്നത് എന്താണ്? ഫോലറ്റ് വ്യൂഡ് കോൺഫ്ലിക്റ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻ്റഗ്രേഷൻ. അത് സത്യത്തിൽ ഈ ഭേദമെന്ന് പറയുന്നത് മോശം കാര്യമല്ല, അത് വളർച്ചയ്ക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെ സമീകരണത്തിനും സമന്വയത്തിനും അനിവാര്യമാണ്. അതിനെ അവസരമായിട്ട് കാണണം. നോട്ട് ജസ്റ്റ് സംതിങ് ടു ബി അവോയ്ഡഡ് ഓർ സപ്രസ്ഡ്. അതിനെ തള്ളിക്കളയരുത്, വ്യാഖ്യാനിക്കാതെ തള്ളിക്കളയരുത്, ഒഴിവാക്കരുത്. നമ്മൾ സാധാരണ അദ്വൈതം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭേദത്തെ സംബന്ധിച്ചുള്ള പ്രാവർത്തിക വിഷയങ്ങൾ, പ്രവൃത്തിയിലുള്ള വിഷയങ്ങൾ, പ്രയോഗ വിഷയങ്ങൾ, അത് പ്രായേണ വിസ്മൃതമായ നിലയിലാണ് അദ്വൈതത്തിൻ്റെ പ്രയോഗം മുന്നോട്ട് പോകുന്നത്. 2 പരമ്പരയിലും, ഭാരതീയ പരമ്പരയിലും എന്താണ്? പ്രമാണതോ അർത്ഥപ്രതിപത്തോ പ്രവൃത്തി സാമർഥ്യാത് അർത്ഥവത് പ്രമാണം എന്ന് ഭൂമിക വാർത്തികത്തിൽ തന്നെ പറയുന്നുണ്ട്.
പ്രവൃത്തി സാമർഥ്യം, പ്രായോഗികമായതാണ് സത്യത്തിൻ്റെ മുഖം. അതുപോലെ തന്നെ മാർക്സ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ തത്വചിന്തകരും എന്തു പറയും? പ്രാക്സിസ് ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് ട്രൂത്ത്. പ്രയോഗമാണ് സത്യത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ ഭേദത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു ദർശനത്തിന് ഭേദത്തെ താണ്ടുന്ന ഭേദാതീതമായൊരു നില ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയിലാണ് അദ്വൈതത്തിൻ്റെ പരിശീലനം നമ്മൾ ചെയ്യേണ്ടത്. കേവലം അദ്വൈതം എന്ന് പറഞ്ഞ് സമാധാനിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ സമസ്യകളിൽ, വർത്തമാന സമസ്യകളെ സംബന്ധിച്ച് അതിൻ്റെ പ്രയോഗം, അതിൻ്റെ സാധുത വിലയിരുത്തേണ്ടതുണ്ട്. അതിനനുകൂലമായ 2 പ്രമാണങ്ങൾ ഞാൻ 2 ഫീൽഡുകളിൽ നിന്ന് പറഞ്ഞാണ്, ചിത്രകലയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും. അദ്വൈതം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മൗലിക പാഠങ്ങളിൽ 13 ഉപനിഷത്തുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് വേദാന്ത ദർശനം തയ്യാറായത്. നമ്മൾ ദശോപനിഷത്തുകളുടെ ഭാഷ്യത്തെ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ കൗശീതകി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കൗശീതകിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളുടെ സമസ്യകളെ എങ്ങനെ കൗശീതകി പരിഹരിക്കുന്നു, ആചാര്യശങ്കരൻ അതിനെങ്ങനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാ വിഷയങ്ങൾ പലതുണ്ട്. ഭേദമില്ല ഇല്ല ഇല്ല എന്ന് പറയുകയല്ല, മറിച്ച് ഭേദം എന്ത് എന്ന് വ്യാഖ്യാനിക്കുകയും അത് അഭേദത്തിൽ എങ്ങനെ സമരസപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ അദ്വൈത ദർശനത്തിൻ്റെ യഥാർത്ഥ പരമ്പര, മൂല ദാർശനിക പരമ്പര. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ കാണും ഒരു സമന്വയ ദർശനം, സോഷ്യലിസം എന്ന രൂപത്തിൽ നമ്മളുടെ മുമ്പിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം സർവോദയമാണ് അതിൻ്റെ മുദ്രാവാക്യം. എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുന്നു. ഈ കോൺഫ്ലിക്റ്റുകളെ പരാമർശിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത 2 നാമങ്ങളാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും. സോഷ്യലിസം സൊസൈറ്റിയെ അധികരിച്ച്, ക്യാപിറ്റലിസം ഇൻഡിവിജ്വലിനെ അധികരിച്ച്. അവിടെ സമുദായാധികരണം മറ്റൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ആനുഷംഗികമായിട്ട് ശങ്കരൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കൂട്ടായ്മകളുണ്ടല്ലോ, വിശേഷം സൊസൈറ്റി, സമൂഹം, ലോകം, ലോകക്രമം എന്നൊക്കെ പറയുന്നത് ജീവനുള്ളതാണോ അല്ലയോ? ജീവനില്ലാത്തതാണ്, കൂടിച്ചേർന്നതാണ്. കൂടിച്ചേർന്നതൊന്നും അതിനുവേണ്ടിയുള്ളതല്ല. പറയുന്നു, ഭോക്തു പ്രശാസിതുർവാ സ്ഥിരസ്യ സംഹന്തുർ അനഭ്യുപഗമാത്. ഒരു ലോകവ്യവസ്ഥയിലും സ്ഥിരമായ ഒരു ചേതനസത്തയില്ല. ഭോക്താവ് രൂപത്തിൽ അതിനെ ഉപയോഗിക്കുന്ന ഉപഭോക്താവ് എന്ന നിലയിൽ ഒരാളില്ല, അതിനെ നിയന്ത്രിക്കുന്ന പ്രശാസിതാവ് എന്ന നിലയിലും ഒരാളില്ല. അപ്പോൾ നമ്മൾ ആരുടെ കുറ്റം പറയും? ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഈ ലോകത്തിന് എന്തെങ്കിലും സമസ്യയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏറ്റെടുക്കുമോ? ഇല്ല. നമ്മൾ പൊതുവെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടു മുമ്പ് രാജാവോ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അത് ഏറ്റെടുക്കാനുണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നുവെങ്കിലും ഒരു വ്യക്തിയും ഒരു കുറ്റവും ഏറ്റെടുക്കില്ല. ഇതെല്ലാം സ്വാഭാവികമാണ്, തനതാണ് എന്ന നിലയിൽ കടന്നു പോവുകയാണ്. അപ്പം തദാശ്രയ ലോകയാത്രാലുപ്യേത, അവിടെ അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ള കൃത്യമായ ചൈതന്യത്തിൻ്റെ ആധാരവും വെളിച്ചവും അകം പുറം നിറഞ്ഞ് ചൈതന്യം ഇരിക്കാതെ ചൈതന്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ചൈതന്യത്തിൻ്റെ അനുഭവം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ലോകക്രമം വിഭാവനം ചെയ്യുന്നതെങ്കിൽ ലോകയാത്രാലുപ്യത, ലോക ജീവിതം തന്നെ ദുസ്സഹമായി തീരും, അത് ലോപിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്തെല്ലാം നന്മകളാണോ പൂർവ്വകാലത്തുണ്ടായിരുന്നത്, നേരത്തെ നമ്മളെ പ്രഭാഷകർ പറഞ്ഞ പോലെ നമ്മൾ ജഗത് ഗുരുക്കന്മാരായിരുന്ന ആളുകളുടെ പരമ്പരയിലാണ് വരുന്നത്. വിശ്വഗുരുവായിരുന്ന ഒരു രാജ്യം, ഭാരതദേശം എന്നാണ് പറഞ്ഞത്. എല്ലാ സംസ്കൃതികളും ഇതിനെ ആശ്രയിച്ചിരുന്നു. ഏതദ്ദേശപ്രസൂതസ്യ സകാശ സർവ ഏതദ്ദേശപ്രസൂതസ്യ സകാശാത് അഗ്രജന്മന സ്വംസം ചരിത്രം ശിക്ഷേരൻ പൃഥ്വിയാം സർവമാനവ എന്നാണ് പ്രമാണം, മനു പറയുന്ന പ്രമാണം. ഈ ദേശത്തുള്ള അഗ്രജന്മാരിൽ നിന്നും അതാത് ദേശത്തിൻ്റെ വ്യവസ്ഥകളെ ഗ്രഹിച്ചു കൊള്ളണം. അത്രയും വ്യാപകമായ ചക്രവർത്തി രാജ്യം നിലനിർത്തിയ ഒരു രാജ്യം. അപ്പോൾ ഇവിടെ അതിൽ നിന്നുള്ള നന്മകൾ എന്തുകൊണ്ട് നഷ്ടമായി പോകുന്നു? ലോകയാത്ര ലുപ്യത. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ ഏത് അടിസ്ഥാന ശൈലികളിന്മേലാണോ നമ്മളുടെ പൂർവിക ലോകക്രമം നിലനിന്നത് അതിനെ എന്താക്കി? ഓൾഡാക്കി. ഇതെല്ലായിടത്തും നടന്നു. അതുപോലെ തന്നെ ടെസ്റ്റമെൻറ്റ്, ജൂതരെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെപ്പോലെ തന്നെ പഴയ ഒരു വംശമാണ് ജൂതവംശം. അവരിന്നും ഒരേ ബൈബിൾ തന്നെ അവരുടെ നിത്യ വഴികാട്ടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു കൂട്ടർ പ്രഖ്യാപിച്ചു ഓൾഡ്. അന്ന് തൊട്ടത് ഓൾഡ് ടെസ്റ്റമെൻ്റായി. പുതിയതെന്തോ വന്നു, ന്യൂ ടെസ്റ്റമെൻറ്റ്. എന്ത് വ്യത്യാസം വന്നു? പഠിക്കുന്നില്ല നമ്മൾ. ഇതേപോലെ തന്നെയാണ് ലോകക്രമം മാറി എന്ന് പറയുന്നതും. പുതിയ ജെൻസി, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും. അപ്പോൾ എന്തായാലും സമുദായത്തെ സോഷ്യലിസ്റ്റ് പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട്, അത് കമ്മ്യൂണിസം ആകട്ടെ എന്തോ ആയിക്കോട്ടെ, കാരണം അവിടെ കൂട്ടുത്തരവാദിത്വത്തിന് ഒരു ഏജൻസി ഇല്ല എന്നത് തന്നെ
ഏതൊരു വ്യവസ്ഥയും ഒത്തുകൂടിയതൊന്നും അതിനുവേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമെടുക്കാൻ ആരുമില്ല. തദാശ്രയ ലോകയാത്ര ലുപ്യത, അതിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു ലോകക്രമത്തെ ചിന്തിക്കുവാനാവില്ല. അപ്പോൾ വെറുതെ മോഹന വാഗ്ദാനം പറയുകയാണ്. ഒരു ഉട്ടോപ്പിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇത് നമുക്ക് പൊളിറ്റിക്കൽ എക്കോണമി അതുപോലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്നതാണ്. അവിടെ ജെയിംസ് സ്റ്റുവേർട്ട് ആദം സ്മിത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം പറയുന്നു, അപ്പോൾ അവിടെ 2 തരം എക്കണോമിക്സിൻ്റെ സിസ്റ്റമുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. അതിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വൈരുദ്ധ്യം എങ്ങനെ വരുന്നു. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ സാമൂഹികമായ പൊതുവായിട്ടുള്ള, മൈക്രോ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള. അപ്പം ഇൻഡിവിജ്വലായിട്ടുള്ള വെൽത്തിനെ അധികരിച്ചുകൊണ്ട് മൈക്രോയും, അതുപോലെ തന്നെ ലോകം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ ചിന്തിച്ചുകൊണ്ട് മാക്രോയും വരുന്നു. അപ്പോൾ സാധാരണ നിലയിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ കീഴിൽ വരേണ്ടത് ലോകമാണ്. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തയാൾ ജെയിം കെയ്ൻസ് മാർക്സിൻ്റെയും മറ്റും വിമർശകനായിരുന്നു. മാർക്സിനെ വൃത്തിയായിട്ട് പഠിച്ചിട്ടല്ല വിമർശിച്ചെന്ന് പറഞ്ഞത്. കാരണം മാർക്സിനെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം മെനക്കെട്ടില്ല. പകരം മാർക്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച വിഷയങ്ങളെ തള്ളിക്കളയുകയും ലോകക്രമത്തെ മുതലാളിത്തത്തിന് അനുകൂലമാക്കി മാറ്റിമറിക്കുകയും US അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ചാലകശക്തിയാണ് കെയ്ൻസ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കെയ്ൻസും അദ്ദേഹത്തിൻ്റെ എതിരാളികളും തമ്മിലുള്ള വൈരുദ്ധ്യമായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സമരമായിരുന്നു എക്കണോമിക്സിൻ്റെയും അതുപോലെ തന്നെ ലോകക്രമത്തിൻ്റെയും ആധാരമായിട്ട് നിലനിന്നത്. അപ്പോൾ അവിടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യലിസം വരേണ്ടത്, മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപിറ്റലിസം വരേണ്ടത്. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത് അവിടെ കുടികൊള്ളുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. സമയക്കുറവ് മൂലം ഞാനത് പറഞ്ഞു മാത്രം പോകാം. അപ്പോൾ ഇവിടെ അർത്ഥം എന്ന വിഷയം, ലോകക്രമത്തിൻ്റെ ആധാരം അർത്ഥമാണ്, സമ്പത്താണ്. ആ അർത്ഥത്തെ സംബന്ധിച്ച് നമ്മളുടെ അർത്ഥശാസ്ത്രം എന്തു പറയുന്നു? മനുഷ്യാണാം വൃത്തിരർത്ഥ, മനുഷ്യരുടെ ജീവിതം, മനുഷ്യരുടെ പ്രവൃത്തികളെയാണ് അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും പ്രവർത്തിക്കണം, അൺഎംപ്ലോയബിലിറ്റി ഉണ്ടാവരുത്, ജോലിയില്ലാതെ ആരും ഉണ്ടാവരുത്. അതേസമയം ആധുനിക വ്യവസ്ഥയിൽ കൃത്യമായിട്ട് അവർ പറയും പൂർണ്ണമായ എംപ്ലോയ്മെൻ്റ് ആവശ്യമില്ല. കാരണം എന്തുണ്ട്? പണപ്പെരുപ്പം ഉണ്ടാവും. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സ്ഥിരമായ ജോലി വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ ഇനിയും ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരുന്നവർ. അക്കാഡമിക് സ്ട്രീമിലാകട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീമിലാവട്ടെ 4-5 വർഷത്തെ പരിമിതമായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. സ്ഥായിയായ വരുമാനമുള്ള ജോലികൾ, അതുപോലെ സ്ഥിര പെൻഷൻ, ഈ സംവിധാനങ്ങളെല്ലാം മാറുകയാണ്. ഇതാണ് ലോകക്രമത്തിൽ വരുന്ന വ്യത്യാസം, കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസം. അതേസമയം പൂർവീയക്രമത്തിൽ മനുഷ്യവതി ഭൂമിരിത്യർത്ഥ, മനുഷ്യപ്രവർത്തനം നടത്തുന്ന ഭൂമിയെയാണ് അർത്ഥം എന്ന് പറയുന്നത്. അതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റിംഗ് ദാറ്റ് എർത്ത് ഈസ് കോൾഡ് അർത്ഥശാസ്ത്ര. തുടങ്ങുമ്പോൾ തന്നെ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നത് എങ്ങനെ? കൗടില്യൻ നമ ശുക്ര ബൃഹസ്പതിഭ്യാം. പുരാണങ്ങൾ അനുസരിച്ചറിയാം, ശുക്രാചാര്യൻ അസുരന്മാരുടെ ആചാര്യനാണ്. ബൃഹസ്പതി ദേവന്മാരുടെ ആചാര്യനാണ്. 2 പേർക്കും നമസ്കാരം കൊടുത്തു ആര്? കൗടില്യൻ. ആദ്യം നമസ്കരിച്ചത് ശുക്രനെയാണ്, അസുരാചാര്യരെയാണ്. അപ്പോൾ അർത്ഥവ്യവസ്ഥയെ സംബന്ധിച്ച് 2 പക്ഷമുണ്ട്. സോഷ്യലിസവും മറ്റും പറയുന്ന സോഷ്യലിസമാണ് അവർ പറയുന്നത്, പക്ഷേ അവരുടെ ലക്ഷ്യം അതല്ല. അതിനെയാണ് സത്യത്തിൽ ഈ അസുരപക്ഷമായിട്ട് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും മികവിനെ, ഓരോ വ്യക്തിയെയും ദേവനാക്കുക എന്ന പദ്ധതിയാണ് ബൃഹസ്പതി മുന്നോട്ട് വെക്കുന്നത്. ഈ വ്യവസ്ഥകളൊക്കെ നേരത്തെയുമുണ്ട്. അസുരലോകം, ദേവലോകം, പിതൃലോകം, ഈ വ്യവസ്ഥകളൊക്കെ നേരത്തെയുമുണ്ട്. അത് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഈ പുതിയ ലോകക്രമത്തെ വിലയിരുത്തുകയും അതിനെ കൃത്യമായിട്ട് അഴിച്ചുപണിയുകയും നമ്മളുടേതാക്കുകയും അതുപോലെ തന്നെ വികസിത ഭാരതത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വലിയ സരണിയാണ് പൂർവികർ പുരാണാദികളിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള വിഭിന്ന ലോകങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ ശങ്കരൻ പറയും ദേവാതയോ അപ്യസുര, ഈ ദേവന്മാരും അസുരന്മാരാകുന്നുണ്ട്. തേഷാം ച സ്വഭൂതാലോക അസൂര്യാനാമ, ലോകത്തെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ആരാവട്ടെ. അപ്പം ന ഭൂമി സർവാൻ പ്രത്യവിശിഷ്ടത്വാത്, ഭൂമിയിൽ ഒരാൾക്കും സ്വകാര്യ അവകാശമില്ല. ആരുടെയും പേരിൽ സ്വന്തമായിട്ട് ഭൂമി പതിച്ചെടുക്കാനുള്ള ഒരു വ്യവസ്ഥയും പൂർവിക കാലത്തില്ലായിരുന്നു. ഈ ജമീന്ദാരി തുടങ്ങിയുള്ള സിസ്റ്റങ്ങൾ വ്യത്യസ്ത പ്രസിഡൻസിയിൽ വന്നതിന് ശേഷമാണ് സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കിവിടെ വന്നത്. അപ്പോൾ ഭൂമി രാജാവിന് പോലും അവകാശമില്ല, രാജാവിന് ദാനം ചെയ്യാനുള്ള അവകാശമില്ല. തൃപ്പടി ദാനം ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മളുടെ ആ വ്യവസ്ഥയിൽ തെറ്റായ നടപടിക്രമങ്ങളാണ്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെയും ബീജം അവിടെയാണ്. മഹാബലിയുടെ കഥ, മഹാബലിയെ വടുവായ വാമനൻ ബ്രഹ്മചാരി ചോദ്യം ചെയ്യുന്നത് അർത്ഥത്തെ സംബന്ധിച്ചുള്ള വലിയ ഒരു വിഷയമാണ്. ഭൂമിയെ ദാനം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല, രാജാവിന് പോലും.
ആ വിഷയത്തിലാണ് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ്. കാരണം അദ്ദേഹം 1906 പാരറ്റോ എന്ന് പറഞ്ഞയാൾ അദ്ദേഹം സത്യത്തിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചയാളാണ്. അദ്ദേഹം കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റലിയിലെ ഭൂമിയുടെ അവകാശം എത്ര പേരാണ് കൈകാര്യം ചെയ്യുന്നത്. പൊതുവായ സമൂഹം, ഇറ്റലിക്കാർ, ദേശീയത, ഇതെല്ലാം വളരെ സജീവമായുള്ള ഒരു സ്ഥാനം. നമുക്കും അതുപോലെ ചിന്തിക്കാവുന്നതാണ്. ഈ ദേശീയത എന്ന് പറയുന്ന സംഗതി ഇരിക്കുക എത്ര പേരാണ് അത് ഓൺ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ 20% പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 80% പേർക്കോ യാതൊരു അവകാശവും ഇല്ലായിരുന്നു. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് റീപ്ലേസ്ഡ് ബൈ മോർ കേപ്പബിൾ മെമ്പേഴ്സ് ഓഫ് ദ ലോവർ ക്ലാസ്സസ്. അദ്ദേഹം പറയുന്നു, ഈ ദേശീയത ശരിക്കും വിളങ്ങണമെങ്കിൽ താഴെ അങ്ങനെ ശ്രേണീബദ്ധമായി തിരിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ആ ദേശീയതമായിട്ടുള്ള ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അതിൽ പങ്കാളിത്തം ഉണ്ടാവണം. ഇതേ നിർദ്ദേശമാണ് ബ്രാഹ്മണോ യജേത എന്ന് തുടങ്ങിയുള്ള വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അധ്യാസഭാഷ്യത്തിൽ ജാതി, ക്രീഡ്, കാസ്റ്റ് ഇങ്ങനെയുള്ള വിഭജനങ്ങൾ, സ്ഥലം, കാലം തുടങ്ങിയുള്ള പ്രത്യേക സ്ഥലം, പ്രത്യേക കാലം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ളൊരു ലോകക്രമത്തെപ്പറ്റി ചിന്തിക്കരുത് എന്ന് വിലക്കിക്കൊണ്ട് പ്രത്യേകാത്മാവിനെ അവതരിപ്പിക്കുന്ന അധ്യാസഭാഷ്യത്തിലെ ദർശനം. അപ്പോൾ ഇവിടെ മൈക്രോ എന്ന ചിന്തയുടെ ഭാഗമായിട്ട് കമ്പാരിറ്റീവ് എക്കണോമിക്സ് വരുന്നു, വെൽഫെയർ എക്കണോമിക്സ് വരുന്നു. അതിൽ സത്യത്തിൽ സോഷ്യലിസത്തിൻ്റെ ഭാഗത്തു നിന്നല്ല വെൽഫെയർ എക്കണോമിക്സ് വന്നിരിക്കുന്നത്, ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസം കോൺഫ്ലിക്റ്റിന് കാരണമുണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് അനായാസമായിട്ട് പറഞ്ഞു പോകാം. പക്ഷേ അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. ഇവിടെയാണ് ദ്വിധായിതം, അദ്വൈതത്തിൻ്റെ ഒരു കൃത്യമായ അദ്വൈതത്തിൻ്റെ സ്വരൂപം മനസ്സിലാക്കേണ്ട ആവശ്യം. കേവലം ബ്രഹ്മം മാത്രമാണ് എന്നതിൽ തീരുന്നതല്ല അദ്വൈതത്തിൻ്റെ ദർശനം. ആ ബ്രഹ്മസത്തയാണ് ഇതിൻ്റെ എല്ലാം ആധാരമായി ഇരിക്കുന്നത് കൊണ്ട് അടിമുടി മാറി ചിന്തിക്കേണ്ടി വരും, ലോകക്രമത്തെ ഉൾപ്പെടെ. അധ്യാസഭാഷ്യത്തിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ, ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ കാണാം, തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകത എന്ന് തുടങ്ങുന്ന. അപ്പം സത്യാനൃതേ മിഥുനീകൃത്യ നൈസർഗികോയം ലോകവ്യവഹാര. അപ്പോൾ ഇവിടെ ഭേദമെന്ന് പറഞ്ഞ് ഇന്നതാണ് എന്നൊരു പർട്ടിക്കുലറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതായി നിലനിൽക്കുന്നില്ല. കാരണം സത്യവും അസത്യവും ഇടകലർന്നല്ലാത്ത ഒന്നും ലോകവ്യവഹാരത്തിലില്ല എന്ന സിദ്ധാന്തമാണ് അധ്യാസഭാഷ്യത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളുടെ മുമ്പിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു സമസ്യയാണ്. ഇപ്പം മതേതരത്വം പറയുന്ന ആളുകൾ, മതേതരത്വം പ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ, അത് വിശേഷം ഭരണഘടനാ സംബന്ധമായൊരു സമസ്യ കൂടിയാണ്. അത് ചെയ്യുന്നുണ്ടോ? യഥാർത്ഥ മതേതരനാരാണ്? മതേതരത്വം, മതനിരപേക്ഷത ഇങ്ങനെയുള്ള ഭരണഘടനാപരമായി നമ്മുടെ ദേശത്തിൻ്റെ ദേശീയതയുമായി ബന്ധപ്പെട്ട വലിയൊരു സമസ്യയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ പ്രതിനിധി ആരാണ് കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ നമ്മൾ വിജയിക്കുമോ? യഥാർത്ഥത്തിൽ മതേതരത്വം പറയുന്ന ആളുകൾ കണ്ടമാനം മതവാദം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ മതവാദം പറയുന്ന പല ആളുകൾ, രാഷ്ട്രീയം ഉൾപ്പെടെ, ഞാൻ പ്രത്യേകം പേര് പറയുന്നില്ല, മതേതരത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് മതേതരവാദി, യഥാർത്ഥത്തിൽ ആരാണ് മതവാദി? അവിടെയാണ് ശങ്കരൻ പറഞ്ഞത് സത്യാനൃതേ മിഥുനീകൃത്യ. ലോകവ്യവഹാരം നൈസർഗികമായിട്ട് നടക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? അതിൻ്റെ ശുദ്ധരൂപത്തിലല്ല, ആദർശ രൂപത്തിലല്ല. അപ്പോൾ വ്യവഹാരം എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റിയാണ്, പരമാർത്ഥവുമായിട്ട് അതിന് ബന്ധം ഇല്ല. അതുകൊണ്ട് തന്നെ താത്വികമായിട്ട് സത്താത്മകമായിട്ട് നമുക്ക് ലോകത്തെ സമീപിക്കാൻ സാധിക്കുമോ? വലിയൊരു ചിന്തയാണ് ആചാര്യശങ്കരൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റലിസം അമേരിക്കയിലും മറ്റും അതിനെതിരെയുള്ള പ്രചരിപ്പിക്കുന്ന, അമേരിക്കയിലും മറ്റും നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഇതര ലോകരാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സംഗതിയാണ് അവിടെ ധാന്യഭണ്ഡാരങ്ങൾ കത്തിച്ചു കളഞ്ഞു. ഏതോ മുതലാളിമാർക്ക് പെട്ടെന്ന് അവരുദ്ദേശിച്ച ലാഭം കിട്ടിയില്ല. അപ്പോൾ സൂക്ഷിച്ചു വെക്കാനുള്ള വെയർ ഹൗസിങ്ങിനും മറ്റുള്ള ചിലവ് ഒഴിവാക്കാൻ വേണ്ടി ധാന്യത്തെ കത്തിച്ചു, ധാന്യസംഭാരം കത്തിച്ചു കളഞ്ഞു. സോഷ്യലിസത്തിലോ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലും നമുക്ക് പുറത്തറിയാൻ കഴിയുന്നില്ല, മനുഷ്യരെ തന്നെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത് ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റിയാണ് സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത്. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ സമത്വം. ക്യാപിറ്റലിസം ലിബർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു. രണ്ട് വിരുദ്ധ ചേരി കിട്ടി. പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇക്വാലിറ്റിയെ നിലനിർത്താൻ വേണ്ടിയുള്ള ബാലൻസിങ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റുകളാണ്. മറിച്ച്
സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടുതൽ വാദിക്കുന്നത് സോഷ്യലിസ്റ്റുകളാണ്. ഇതെത്ര കണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു വരുന്നത്, സോഷ്യലിസം എന്ന് പറയുന്ന ആ ശാഖ അതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് കാണിക്കില്ല, മറിച്ച് അതിൻ്റെ വിരുദ്ധചേരിയുടെ സ്വഭാവമായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ധാര അതിൻ്റെ വൈരുദ്ധ്യത്തെക്കാൾ കൂടുതൽ അതിന്മേലുണ്ടായ ആരോപണങ്ങളെ മറികടക്കാൻ വേണ്ടി സോഷ്യലിസ്റ്റ് സ്വഭാവമായിരിക്കും കാണിക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. സോഷ്യലിസം പ്രൊഫസ് ചെയ്യുന്നവരിൽ നിന്നും സോഷ്യലിസം കിട്ടുമെന്ന് പ്രത്യാശിക്കുവാൻ വഴിയില്ല, തിരിച്ചു. ഇതുപോലെ ഇതെല്ലാ വിഷയങ്ങളിലേക്കും വരുന്നു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പഠിച്ചവരെല്ലാം പഠിച്ചതിൻ്റെ ഗുണം കാണിക്കുമോ? പഠിച്ചിട്ടില്ലാത്ത പലരും അത് കാണിക്കുന്നു. വിശേഷിച്ചും റൂസോ പറയുന്നു, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മൊത്തമേ മാറ്റണം. ലോകക്രമം തന്നെ മാറണമെങ്കിൽ എഡ്യൂക്കേഷനിലാണ് അത് കിടക്കുന്നത്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ ആവശ്യം. എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അതിനെ എന്ത് ചെയ്യണം? ഒഴിവാക്കിയാൽ ശരിയായ വിദ്യാഭ്യാസമായി എന്ന് റൂസോ പറയുന്നു. ഇതെല്ലാം നവോത്ഥാന ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതോടൊപ്പം തീസം എത്തീസം, പൂർണ്ണമായിട്ടും ആസ്തികരായ ആളുകൾ, നമ്മളൊക്കെ പൊതുവെ ആസ്തികരാണെന്ന് പറയും ഭാരതീയരെ, സമ്പൂർണ്ണമായി ആസ്തികത പ്രൊഫസ് ചെയ്യുന്ന, എന്നുവെച്ചാൽ അസ്ഥീതി, ഈശ്വരൻ നമ്മളോടൊപ്പമുണ്ട്, നമ്മൾ ഈശ്വരനാണെന്നൊക്കെയുള്ള വലിയ ചിന്ത. ഈശ്വരൻ നമ്മളോടൊപ്പമുണ്ട്, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ഒരു സത്ത നമ്മോടൊപ്പമുണ്ട് എങ്കിൽ നമ്മൾക്കിപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ കഴിയുമോ? ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ആസ്തികത്വം നമ്മൾ പ്രൊഫസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ഈശ്വരനായിട്ട് ബന്ധമില്ല. നാസ്തികത, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർ ഈശ്വരൻ ഇല്ലാത്ത പോലെ അല്ല ജീവിക്കുന്നത്. പലപ്പോഴും ഈശ്വരനുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ആസ്തികർ യഥാർത്ഥത്തിൽ ആസ്തികത്വം കാണിക്കുന്നില്ല, നാസ്തികർ പൂർണ്ണമായിട്ട് നാസ്തികരെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് മോണിസം. അദ്വൈതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്വൈതത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ ഏക ഈശ്വര സിദ്ധാന്തമാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതും നിരാകാരമായ ബ്രഹ്മത്തെയാണ് ശങ്കരാചാര്യർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ മഠങ്ങളിൽ ഉൾപ്പെടെ പറയേണ്ടി വരും, നിരാകാര ബ്രഹ്മപൂജനം എവിടെ നടക്കുന്നു? നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും വിഗ്രഹങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ സാകാര രൂപത്തിൽ ഈശ്വരനെ അവതരിപ്പിക്കാനുള്ള ഒരു വഴിയും ന പ്രതീകേ നഹിസ്സ എന്നാണ് ബ്രഹ്മസൂത്രം. അങ്ങനെ തന്നെയാണ് ആചാര്യശങ്കരൻ ഭാഷ്യം ചെയ്തിരിക്കുന്നത്. വിഗ്രഹാദി പഞ്ചകത്തെ ഖണ്ഡിക്കുകയാണ് ആചാര്യന്. പക്ഷെ നമുക്ക് ലോകത്തിൽ എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഷ്ഠാപകനായിട്ട് ശങ്കരൻ്റെ പേര് പറഞ്ഞു കാണാം. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? വീണ്ടും വൈരുദ്ധ്യം. അദ്വൈതം പ്രൊഫസ് ചെയ്യുന്നവൻ ദ്വൈതം പറയുന്നു, അല്ലെ ദ്വൈതം ആചരിക്കുന്നു. ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചും ബാധകമാണ്. കാരണം ഹിന്ദുധർമ്മത്തിൽ ഏക ഏവ ഉപാസ്യ, ഏകം സത്വിപ്രാ ബഹുധാ വദന്തി തുടങ്ങിയുള്ളതാണ് പ്രമാണങ്ങൾ. പക്ഷേ പോളിതീസമാണ്, ബഹുദൈവ വിശ്വാസമാണ് നമ്മളുടെ സമൂഹത്തിൽ നിഴലിച്ചു കാണുന്നത്. ഇത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഞാനത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ 5 ഭേദങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അദ്വൈത ദൃഷ്ടിയിൽ. അദ്വൈതം അതിനെയാണ് നിരാകരിക്കാൻ ശ്രമിക്കുന്നത്. ജീവഭേദം, ജീവന്മാരും തമ്മിലുള്ള ഭേദം. ഇത് ക്രൈസിസിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിലേക്ക് വരുന്നു. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? സോഷ്യൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നു. നമ്മൾ വ്യക്തികൾക്കിടയിൽ, ചെറിയൊരു കുടുംബം ആയിക്കോട്ടെ, കൂട്ടായ്മ ആയിക്കോട്ടെ, വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ, മത്സരങ്ങൾ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹരിക്കാതാണ് സമൂഹത്തിലേക്ക് പോകുന്നതെങ്കിൽ, അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ കുട്ടികളെ നമ്മൾ ആത്മാക്കളായിട്ട് നിത്യ ശുദ്ധ ബുദ്ധ സ്വരൂപികളായിട്ട് അല്ല വളർത്തിയെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിലേക്ക് അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു? സാധാരണ മൃഗചര്യയിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. മത്സരാദികൾ, കാമക്രോധമോഹ ഇത്യാദികളിലേക്ക് പോകുന്നു. അപ്പോൾ സോഷ്യൽ കോൺഫ്ലിക്റ്റ് അനിവാര്യമാകുന്നു. ജീവജഗത് ഭേദം, ജീവനും ജഗത്തും തമ്മിലുള്ള ഭേദം. അവിടെ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്ന തന്ത്രത്തിലേക്ക് വരുന്നു. റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ മാത്രമായിരിക്കും അവിടെ വരിക. ഇത് ഇക്കോളജിക്കൽ ക്രൈസിസിലേക്ക് പോകുന്നു. അപ്പോൾ ജീവനും ജഗത്തും തമ്മിൽ ഭേദമുണ്ട്. ഇതൊരു വ്യവസ്ഥയുടെ ഭാഗമല്ല, ബ്രഹ്മലോകമല്ല. ഇതം ബ്രഹ്മലോകം മഹീയത, ഇതൊരു ബ്രഹ്മലോകമാണ് എന്ന് വേദം തൊട്ടുള്ള നമ്മളുടെ മഹത്കൃതികളെല്ലാം പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇത് ബ്രഹ്മലോകമാണ് എന്ന ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ ഇക്കോളജിക്കൽ ക്രൈസിസ് നമ്മളുടെ മുമ്പിൽ ഒഴിവാകുകയുള്ളൂ. അല്ലെങ്കിലോ കാവ് സംരക്ഷണം, കുളം സംരക്ഷണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഇങ്ങനെ നമ്മൾ യാന്ത്രികമായിട്ട് ഒരു ചടങ്ങ് പോലെ ചെയ്തു പോകാം. ജഗത് ഭേദം, ഇത് ഓരോന്നും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. മെറ്റീരിയൽ കോമ്പറ്റീഷൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇതെന്തിലേക്ക് പോകുന്നു? സാമ്പത്തികമായിട്ടുള്ള മത്സരങ്ങളിലേക്ക് പോകുന്നു. ഈശ്വര ജീവഭേദം, ഇതാണ് സെക്യുലറിസത്തിനും മറ്റും കാരണമാകുന്നത്. കാരണം ഈശ്വരനും ജീവനും തമ്മിൽ എന്താണ് ബന്ധം?
ഈശ്വരൻ ജീവനാകൂ, ആൾ ദൈവങ്ങൾ വരെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നു. പിന്നെ ബൈബിളിൽ മറ്റും പറയുന്ന പോലെ സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, അങ്ങനെയുള്ളൊരു വിവേചനം നമുക്ക് സാധ്യമാണോ? ഈശ്വര ജഗത് ഭേദം, ഇവിടെയാണ് ഈശ്വരൻ ജഗത്ത് ഇത് തമ്മിലുള്ള ബന്ധത്തെ വിശ്ലേഷണം ചെയ്യുമ്പോഴാണ് പ്രത്യയശാസ്ത്ര യുദ്ധങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. സോഷ്യലിസം എന്ന് പറയുന്ന സിദ്ധാന്തം അത് അതിൻ്റെ ഏത് രൂപത്തിലാണെങ്കിലും അത് നാസ്തികമായിരിക്കും. കാരണം പ്രപഞ്ചത്തിൽ ഒരു ഈശ്വരൻ ചേതനസത്ത ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ചിന്തിക്കുവാൻ മുന്നോട്ട് പോകാനാവുകയില്ല. അപ്പോൾ അത് എല്ലാ നാസ്തിക പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ്. ബൗദ്ധമാകട്ടെ, ജൈനമാകട്ടെ, ആജീവമാകട്ടെ, എല്ലാ പരമ്പരയിലും അവർ ഈശ്വര നിഷേധം ചെയ്തു തന്നെ പോകും. സോ അതിൻ്റെ മറുപക്ഷത്തുള്ള ക്രൈസിസാണ് റിലീജിയസ് ഡോമിനേഷൻ, മതങ്ങൾ തമ്മിലുള്ള കിടമത്സരം. അപ്പോൾ അവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്ത കൃത്യമായും ഈ പറയുന്ന സമസ്യകൾക്കുള്ള അദ്വൈതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശമാണ് സൂത്രവാക്യം എന്ന നിലയിൽ. അപ്പോൾ ഇവിടെ ഇതുകൂടി നമ്മൾ അക്കാഡമിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ഈ വിഷയം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ബ്രഹ്മസൂത്രത്തിൽ പ്രദർദന അധികരണം എന്ന് പറയുന്ന അധികരണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രദർദന അധികരണത്തിൽ ഇന്ദ്രൻ നീ എന്നെ അറിയണം എന്ന് പ്രദർദനോട് പറയുകയാണ്. അപ്പോൾ ഈ നീ എന്നെ അറിയുക, നീ ആര് ഞാൻ ആരെന്നൊക്കെയുള്ള ചിന്തയാണ് അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശ്രുതിവാക്യങ്ങൾ, വിശേഷം കൗശീതകി ശ്രുതിയിൽ നിന്നുമുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സിദ്ധാന്തമാണ്, സൂത്രവാക്യമാണ് ജീവമുഖ്യ പ്രാണലിംഗാന്യേത് ചേത് ന ഉപാസാത്രൈവിധ്യാത് ആശ്രിതത്വാത് ഇഹ തദ്യോഗാത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ വിഷയത്തിലും അതിന് ബന്ധമുണ്ട്. അവിടെ ശാങ്കര ഭാഷ്യത്തിൽ വളരെ വിശദമായ ഭാഷ്യമുണ്ട്. അവിടെ അദ്ദേഹം പല പക്ഷം അവതരിപ്പിച്ചതിന് ശേഷം ഇത്യസ്യ അയം അന്യോ അർത്ഥ എന്ന് പറയുന്നത് ബോധായന വൃത്തിയിൽ വളരെ പരമ്പരാഗതമായിട്ടുള്ളൊരർത്ഥമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരർത്ഥം കൂടി അതിന് പ്രചരിക്കുന്നുണ്ട്. അതിനെ അദ്ദേഹം മാനിച്ചുകൊണ്ടാണ്. രാമാനുജാതി ഭാഷ്യങ്ങൾ നോക്കിയാൽ അറിയാം, ശങ്കരാചാര്യർ രണ്ടാമതായിട്ട് വെച്ച ആ അർത്ഥത്തെയാണ് അവരെല്ലാം സ്വീകരിക്കുന്നത്. അതിനർത്ഥം ലോകക്രമത്തിൻ്റെ ആ പഴയ പദ്ധതിയെ ആചാര്യന്മാർ ഈ ദ്വൈത അദ്വൈതാദി ഭേദങ്ങളൊക്കെ ഇരിക്കെ തന്നെ പാരമ്പര്യമായിട്ട് അംഗീകരിച്ചിരുന്നു. അതിൻ്റെ പ്രയോഗം നമ്മളുടെ ഇടയിലുണ്ടായിരുന്നു. അതെന്തെന്ന് പറയുമ്പോൾ ത്രിവിധമിഹ ബ്രഹ്മണ ഉപാസനം വിവക്ഷിതം. ബ്രഹ്മത്തിൻ്റെ ഉപാസന എന്നുവെച്ചാൽ സാമൂഹ്യമായിട്ടുള്ള ഉപാസന 3 തരത്തിലാണ് വിധിച്ചിട്ടുള്ളത്. പ്രാണധർമ്മേണ, പ്രജ്ഞാധർമ്മേണ, സ്വധർമ്മേണ ച. അതെന്തൊക്കെ ഈ ഉപാസനാ ത്രൈവിധ്യം എന്ത് എന്നത് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. സൂചനകൾ മാത്രം നമുക്കിവിടെ നോക്കിപ്പോകാം. അപ്പോൾ അവിടെ ശങ്കരൻ പറയുന്നത് നമുക്ക് ഇച്ഛാശക്തിയുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ചിലതിനെ ഇഷ്ടമാണ്, ചിലതിനോട് നമുക്ക് വെറുപ്പാണ്. അപ്പോൾ ലോകക്രമത്തിലേത് അതിൻ്റെ ക്രമീകരണമൊക്കെയും ഇച്ഛയെ ആസ്പദമാക്കി നടക്കുന്നത്. ഇച്ഛയുടെ ആകാരമായിട്ട് എന്തിരിക്കുന്നു? ചേതനമായിട്ടുള്ള ജീവാത്മാവായിരിക്കുന്നു. കാരണം ഇതിനൊന്നും ഈ ജഡവസ്തുക്കൾക്കൊന്നും ഇച്ഛയില്ല. ഇച്ഛയുണ്ടെങ്കിൽ അവ സ്വതന്ത്രമായി സഞ്ചരിച്ചേനെ. അപ്പോൾ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇച്ഛയിലാണ്. ആ ഇച്ഛാശക്തി പ്രവർത്തിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം, ജ്ഞാനശക്തിയും അതുപോലെ ക്രിയാശക്തിയും. അതിനെ തന്നെയാണിവിടെ പ്രാണൻ എന്ന് പറയുന്നത് ക്രിയാശക്തി. നമ്മുടെ ഉള്ളിലുള്ള ഓരോ ജീവശരീരത്തിലുമുള്ളതാണ് പ്രാണധർമ്മം. ക്രിയാവ്യാപാരങ്ങളുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അതുപോലെ തന്നെ പ്രജ്ഞാധർമ്മമുണ്ട്. അതെന്താണ്? ബുദ്ധി ഉൾപ്പെടുന്ന നമ്മളുടെ അന്ധക്കരണത്തിൻ്റെ. അപ്പോൾ അതിന് അതിഭൂതം, അതിദൈവം, അധ്യാത്മം എന്ന് 3 തരത്തിൽ ചിന്തിക്കാം. എന്തുകൊണ്ട് ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ സമസ്യകൾ, ദുഃഖങ്ങൾ അങ്ങനെയാണ്. ശാന്തി എന്ന് പറയുമ്പോൾ ആദിഭൗതികമായ നമ്മളൊപ്പമുള്ള മനുഷ്യരുടെ, ഇതര ജീവപ്രാണികളുടെ അവരിൽ നിന്നുള്ള സുഖദുഃഖങ്ങളാണ് ആദിഭൗതികമായവ. ആദിദൈവികമായവ പ്രകൃതി ശക്തികൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അധ്യാത്മം അവനവനിൽ നിന്ന് തന്നെയുള്ള. അപ്പോൾ ഈ 3 തരത്തിൽ ബ്രഹ്മത്തിൻ്റെ ഉപാസനം ചെയ്യണം പ്രശ്നപരിഹാരത്തിന് എന്നതാണ് കൗശിക ശ്രുതി അവിടെ പറയുന്നത്. ഇത് തന്നെയാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്ന നിലയിലേക്ക് വികസിച്ചു വന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? കർമ്മം പ്രാണധർമ്മമാകുമ്പോൾ സാധാരണ എന്ത് ചെയ്യുന്നു? ഐ ആക്ട് ദെയർ ഫോർ ഐ ആം റൈറ്റ്. ഞാൻ പ്രവർത്തിച്ചു, എൻ്റെ പ്രവൃത്തിയാണ് മാതൃക എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നു. അങ്ങനെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഭക്തി, അത് പ്രജ്ഞാധർമ്മമാണ്, ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയൊക്കെ ഈ സൈക്കോളജിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത് റാഷണലൈസേഷൻ, എന്താണ്? ന്യായീകരണം എന്ന് പറയത്തില്ലേ? നമ്മൾ എന്ത് ചെയ്താലും നമ്മളതിന് എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തും. അതിനെ തന്നെ ശ്രുതി പ്രമാണമായിട്ട് വെക്കും. ഇനി ശ്രുതിയല്ല, ഗുരുക്കന്മാരല്ല, ആരെന്ത് പറഞ്ഞാലും സ്വേച്ഛാവൃത്തി, ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വ്യവസ്ഥയിൽ സദാചാരം, ധർമ്മം, ശ്രുതി ഇവയെല്ലാം എന്ത് ചെയ്യുന്നു?
നഷ്ടമായി പോകുന്നു, ലുപ്തമായി പോകുന്നു. പ്രയോഗസീമിലേക്ക് കൊണ്ടുവരാതാകുന്നു. അപ്പം ശ്രുതിയെ മുൻനിർത്തി ജീവിച്ചിരുന്ന തലമുറ, മോക്ഷത്തെ മുൻനിർത്തി ജീവിച്ചിരുന്ന തലമുറ നമ്മുടെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. കാരണം തത്കാലത്തേക്കുള്ള ഇഷ്ടങ്ങൾ മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് മിഥ്യ അയം ലോകവ്യവഹാര, ഈ ലോകവ്യവഹാരം മിഥ്യയാണ് എന്ന് അധ്യാസഭാഷ്യത്തിൽ ശങ്കരാചാര്യർ നിർബന്ധമായി ശഠിച്ചത്. മൈ ബിലീഫ് ദെയർ ഫോർ ട്രൂത്ത്. ഇവിടെ നമ്മൾ ശ്രുതിബദ്ധമായ നമ്മുടെ പൂർവികരുടെ ആചാര്യന്മാരുടെ ചിന്ത എന്തായിരുന്നു, അവർ നമുക്ക് നല്ല ഭക്തിയുടെ ആദർശം, ഏത് ദേവതയുടെ ഉപാസന എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ ഹിന്ദുമതം ഉൾപ്പെടെയുള്ള പല മതങ്ങളും പ്രൊഫസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെങ്ങനെയാണ് ചെയ്തതില്ല. മൈ ബിലീഫ് ദെയർ ഫോർ ട്രൂത്ത്. ജ്ഞാനത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇൻ്റലക്ച്വലൈസ് ചെയ്യുന്നു, നമ്മളുടെ ചിന്തകളെ നമ്മൾ ബൗദ്ധികമായിട്ട് ബുദ്ധിവത്കരണം ചെയ്ത് അവതരിപ്പിക്കുന്നു. മൈ അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഫോർ അബ്സല്യൂട്ട്. അപ്പോൾ ഈ വ്യവസ്ഥകളിൽ ലോകക്രമത്തിൻ്റെ ആധാരമായിട്ടുള്ള മഹാഗ്രന്ഥങ്ങളെ, ഗുരുപരമ്പരയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രയോഗം കൊണ്ട് റീയൂസ് ചെയ്യുക, പഴയെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കണം. അതുപോലെ തന്നെ ട്രഡീഷണൽ വിസ്ഡം എന്ന് പറയുന്ന സംഗതി പെട്ടെന്നുണ്ടാവുന്നതല്ല, ഒരു ജന്മത്തിൽ നമുക്ക് സാധിക്കാവുന്നതല്ല. അപ്പോൾ ട്രഡീഷണൽ വിസ്ഡം എവിടെയൊക്കെ ഉണ്ടെങ്കിലും അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുകൊണ്ടാണല്ലോ IKS എന്ന് പറഞ്ഞൊരു വലിയ മഹാവ്യവസ്ഥ വരുന്നത്, ഇന്ത്യൻ നോളജ് സിസ്റ്റം. പക്ഷെ അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. കാരണം നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ട് അവ പൊരുത്തപ്പെടാതിരിക്കുന്നു, സമരസപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് അദ്വൈതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രയോഗ സ്ഥാനം നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നു, ഉപാധിസ്തു ധർമ്മധ്യാനെ. ഇത് നൈകുണ്ഠകാർത്ഥമാണ്. എന്താണ് ഈ ഉപാധി എന്ന് പറയുന്നത്? ധർമ്മചിന്തായാം ധർമ്മധ്യാനെ. നമ്മളുടെ മുമ്പിലുള്ള ഓരോ വസ്തുക്കളുടെയും വ്യക്തികളുടെയും ധർമ്മങ്ങൾ, ഫങ്ഷൻസ്, അതെന്ത് എന്നുള്ള തിരിച്ചറിവിനെയാണ് ഉപാധി എന്ന് പറയുന്നത്. അപ്പോൾ ഉപാധി കൊണ്ട് അന്ധക്കരണ ഉപാധി ഉള്ള ചൈതന്യമാണ് എന്നും മറ്റും പറയുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഇതിനെല്ലാം സാധാരണ നമ്മൾ വളരെ സ്ഥൂലമായ അർത്ഥത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ തൊട്ട് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റ് ഇവിടെ അവതരിപ്പിച്ച ഒരു വിഷയം, വ്യത്യസ്ത മണ്ഡലങ്ങളുള്ളതുകൊണ്ട് ചൈതന്യം ഭിന്നമാണ്. ഒരു കാരണവശാലും ഭിന്നമല്ല. കാരണം സാഖ്യം തൊട്ടുള്ള എല്ലാ ദർശനങ്ങളും പറയുന്നു നിരതിശയാശ്ചേതന. ചൈതന്യമുണ്ടോ, അതിന് പരസ്പര ഭേദമില്ല. ആകെ സ്പേഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാം. 1, 2, 1, 3, 1 ഇങ്ങനെ പറയാം. നമ്മളൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. സത്തയിൽ വ്യത്യാസമില്ല. സത്തയിൽ വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ ഈ ലോകക്രമേണ സംഭവിക്കില്ല. എല്ലാവർക്കും 2 കണ്ണ് മുമ്പിൽ, ഇങ്ങനെയുള്ള വ്യവസ്ഥകളുണ്ടല്ലോ, 2 ചെവി, ഈ വ്യവസ്ഥകളൊന്നും സാധിക്കില്ല. അപ്പം നമുക്ക് പൊതുവായിട്ടുള്ള സാമാന്യമായതെല്ലാം ചേതനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിനെ തിരിച്ചറിയുകയാണ്, ഉപാധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപാധികളെ താണ്ടുക. അപ്പം ഈവൻ സ്പിരിച്വൽ പാത്സ് ബിക്കം ഈഗോ എക്സ്റ്റൻഷൻസ്. നമുക്ക് ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആൾദൈവങ്ങളുടെ വിളയാട്ട് നീലങ്ങളാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഈശ്വരൻ എവിടെയോ പോയി. ആസ്തികത എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതൊക്കെ ആൾദൈവങ്ങളുടെ പദ്ധതിയാണ്. കുറേ സമ്പ്രദായങ്ങളെയാണ് നമ്മൾ കാണുന്നത്, വ്യക്തിനിഷ്ഠമായിട്ടുള്ള സമ്പ്രദായങ്ങളെ. അവിടെ ഈശ്വരനുണ്ടോ? വിശേഷിച്ചും ആദിശങ്കരനെ പോലെയുള്ള ഗുരുപരമ്പര മുന്നോട്ട് വെച്ച ഏകദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കണം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനുണ്ടോ? അപ്പം ഈഗോയുടെ എക്സ്റ്റൻഷൻസ് എവിടെയും കാണാം. ഈ ഉപാധിയെ തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ലോകത്തിൻ്റെ ക്രമം അക്രമമായിട്ട് തന്നെ തുടരും. അവിടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു മോഹന സംഗതിയുണ്ട്. നമുക്കെല്ലാവർക്കും സോഷ്യലിസത്തോട്, സമത്വവാദത്തോടൊരു ഇഷ്ടം തോന്നും. ക്വാളിറ്റി അതിലുണ്ടോ? ഈക്വാലിറ്റിയിൽ ക്വാളിറ്റി ഉണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്, ഗുണത്തെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉപാധി ചിന്ത ചെയ്യണം. ഉപാധികൾ മോശമല്ല. ഉപാധി ചിന്ത സത്യത്തിൽ അദ്വൈത പദ്ധതിയിൽ അനിവാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠന രംഗത്തത് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇവിടെ കർമ്മം എന്ന് പറയുന്നത് ഗൈഡഡ് ആക്ഷനാണ്. വൈദികമായ പരമ്പരയിൽ കുറുവന്നേവേഹ കർമാണി എന്ന് ഈശോപനിഷത്തിൽ പറയുന്ന അവിടെ കൃത്യമായിട്ട് ആചാര്യ ശങ്കരൻ പറയുന്നു, വൈദിക കർമ്മങ്ങളെ ചെയ്തുകൊണ്ട്. അപ്പോൾ നിത്യ നൈമിത്യ കർമ്മങ്ങളുണ്ട്. നിത്യവും മനുഷ്യൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം. മനുഷ്യനായി ജനിച്ച എല്ലാവരും ഇന്ന കർമ്മങ്ങൾ നിത്യേന ചെയ്യണം. നമ്മൾ ചെയ്യുന്നുണ്ടോ? എത്ര പേര് ചെയ്യുന്നു? എത്ര പേർക്കതറിയാം? ഇതര ജീവജാലങ്ങൾ നമ്മൾ എന്ത് വ്യത്യാസമുള്ള? നിത്യകർമ്മങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിത്യതയോട് ബന്ധപ്പെടുവാൻ നമുക്ക് ഉള്ള വാതിലടഞ്ഞു പോവുകയാണ്, മാർഗം തടയുകയാണ്. അപ്പം അത് ഹിംസയെ കുറയ്ക്കുന്നു, റെഡ്യൂസ് ഹിംസ. കാരണം എന്താണ്? അജ്ഞേയം യജ്ഞമധ്വരം. യജ്ഞം എന്ന് പറയുന്നതിൻ്റെ പേര് ആദ്യത്തെ വിശേഷണമായിട്ട് വരുന്ന അധ്വരം എന്നാണ്. ധ്വരണം ഹിംസാകർമ്മ, നധ്വരം അധ്വരം.
ഹിംസയില്ലാതെ പരമാവധി ഇതര ജീവജാലങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് അനുശീലിക്കുന്നതിൻ്റെ പദ്ധതിക്കാണ് യജ്ഞമെന്ന് പറയുന്നത്. യജ്ഞോ വൈ ശ്രേഷ്ഠതമം കർമ്മ എന്നും മറ്റും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ യജ്ഞത്തിൻ്റെ പദ്ധതിയെ നമ്മൾ അഗ്നിയിൽ സാമഗ്രി ഇടുന്നതായിട്ട് മാത്രം കാണുകയാണ്. വലിയൊരു ജീവിത നിത്യമായിട്ടുള്ള എല്ലാ ദിവസവും അനുശീലിക്കുന്ന നിത്യതയോട് ബന്ധപ്പെടുന്ന, നമ്മൾ നിത്യരാണ് എങ്കിൽ, ആത്മാക്കൾ എന്ന നിലയിൽ നമ്മൾ നിത്യരാണ് എങ്കിൽ അനിവാര്യമായി നമ്മൾ കാണേണ്ട ഈ കർമ്മ പദ്ധതിയുമായിട്ട് നമുക്ക് ബന്ധം നഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെ ഭക്തിയും ജ്ഞാനവുമൊക്കെയും. അപ്പോൾ അവിടെ പറയുന്നു, ഭഗവത് ഭക്തിനിഷ്ഠാതു മധ്യമേ പരികീർത്തിത. ആചാര്യശങ്കരൻ്റെ പരമ്പരയിൽ ഗീതാ ഗൂഢാർത്ഥ ദീപിക ചെയ്ത മധുസൂദന സരസ്വതി പ്രധാനപ്പെട്ട ആചാര്യനാണ്. അദ്ദേഹം പറയുന്നു, സർവവിഘ്ന അപനോദിനി. മനുഷ്യനെ സംബന്ധിച്ച് വൈയക്തികവും സാമൂഹ്യവുമായിട്ടുള്ള എല്ലാ വിഘ്നങ്ങളെയും നീക്കുവാനുള്ള സമഗ്രമായ പദ്ധതിയുണ്ട്. ഉഭയാനുഗതാസാഹി. അപ്പോൾ ഗീതയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ പ്രത്യേകതരം പദ്ധതി അദ്ദേഹം വിവരിക്കുന്നത്. 18 അധ്യായമുള്ള ഗീതയിൽ 6 അധ്യായങ്ങളായിട്ട് ഷട്കങ്ങളായിട്ട് അധ്യായ ഷട്കങ്ങൾ 3 ഉണ്ട്. അതിൽ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ഇങ്ങനെ അല്ലെങ്കിൽ തിരിച്ചും 2 തരത്തിലുള്ള അനുശീലനങ്ങളുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെ തിരിച്ചിട്ട് പറയുന്നു, കർമ്മമിശ്രാച ശുദ്ധാച ജ്ഞാനമിശ്രാച സാത്രുധ. ഭക്തിയോഗമേ ഉള്ളൂ. അതെന്ത് ചെയ്യുന്നു? കർമ്മമിശ്രമായ ഭക്തിയെപ്പറ്റി പറയുമ്പോൾ അത് കർമ്മയോഗമായി, ശുദ്ധമായ രൂപത്തിൽ മധ്യത്തിൽ കാണാം, ജ്ഞാനമിശ്രമായിട്ട് ഒടുവിലും കാണാം. അങ്ങനെ ഈശ്വരനോട് ബന്ധപ്പെട്ട്, കാരണം അടിസ്ഥാനം ചേതനമാണ്, ചേതനത്തിന് വേണ്ടിയാണ് ലോകത്തിൻ്റെ എല്ലാത്തരം ഒഴുക്കും പ്രവാഹവും. കൂടസ്ഥ എന്ന പ്രയോഗമൊക്കെ അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ കൂടസ്ഥ ചൈതന്യത്തിൻ്റെ അനുഭവം, നാം സ്വയം അതാണ്, അതിൻ്റെ അനുഭവത്തെ ദൈനംദിനം സിദ്ധമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി എന്ത് എന്ന് വിവരിക്കുകയാണ്. ഭക്തിയാണ്. അതിന് അനുരോധമായിട്ടാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ബാക്കി ബോധം അഥവാ ജ്ഞാനവും. അപ്പോൾ ഈ വിഷയങ്ങൾ വേദാന്ത കൽപ്പത്തരു തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായിട്ടുള്ള ഏകത്വം, സത്താപരമായ കേവലമായ ഏകത്വമല്ല അദ്വൈത ദർശനം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്നതല്ല. എന്താണതെന്ന് ചോദിച്ചാൽ, ഭേദങ്ങൾ എന്ന് പറയുന്നതിനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒന്നാകുവാൻ കഴിയാത്ത വണ്ണം അകന്നു, അകലുവാൻ കഴിയാത്ത വണ്ണം അടുത്തു നിൽക്കുന്നതാണ് ഓരോ വ്യക്തിസത്തകളും. അവയുടെ പിന്നിൽ, അതിൻ്റെ അടിത്തറയായിട്ടിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവയെക്കൊണ്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് അവയെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് യോഗക്ഷേമം തുടങ്ങിയുള്ള കൗടല്യ പദ്ധതിയിൽ യോഗമെന്നും ക്ഷേമമെന്നും 2ആയിട്ട് മാക്രോ മൈക്രോ എന്ന നിലയിൽ പിരിഞ്ഞിരിക്കുന്നത്. യോഗക്ഷേമം എന്ന പദ്ധതിയിലൂടെ എങ്ങനെയാണ് കൗടല്യ അർത്ഥശാസ്ത്രം വിവരിക്കുന്നത്? ഇതൊക്കെ അദ്വൈതത്തിൻ്റെ പ്രയോഗ സരണികൾ തന്നെയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നു, ആത്മൈകത്വാദി വിജ്ഞാനം ഉത്പാദയന്തി. ആത്മാവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനത്തെ നിരന്തരം ഉത്പാദനം ചെയ്യുന്ന വിദ്യ, ശാസ്ത്രങ്ങളുടെ, മന്ത്രങ്ങളുടെ പ്രയോഗം തന്നെയാണ് ശോക മോഹാദി സംസാര ധർമ്മ വിച്ഛുദ്ധി സാധനം. സംസാരത്തെ സംബന്ധിച്ചുള്ള അതുണ്ടാക്കുന്ന ദുഃഖങ്ങളെ താണ്ടണമെങ്കിൽ മന്ത്രപദ്ധതി വിചാരം ചെയ്യുകയും അതിനെ അനുശീലിക്കുകയും ചെയ്യണം. അപ്പോൾ ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് അറൈസസ് ഫ്രം ദ അബ്സൊല്യൂട്ടൈസേഷൻ ഓഫ് ഡിപ്പെൻഡൻ്റ് എൻറ്റിറ്റീസ്. ഭേദങ്ങളെന്ന് പറയുന്നതെല്ലാം പരസ്പരാശ്രിതങ്ങളാണ്, അന്യോന്യ സാപേക്ഷങ്ങളാണ്. ഇതുതന്നെയാണ് റിലേറ്റിവിറ്റി തിയറിയിലും മറ്റും അഭിസംബോധന ചെയ്യാൻ ഈ വിഷയത്തെയാണ് ഐൻസ്റ്റൈനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഡയലക്റ്റിക്സിൽ ഹെഗലും മാർക്സും ഒക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനകത്ത് എത്ര സമർത്ഥമായിട്ടാണ് അധ്യാസഭാഷ്യത്തിൽ അവതരണികയിൽ തന്നെ ആചാര്യശങ്കരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഭേദത്തെ ആത്യന്തികമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെല്ലാം കൃത്യമായി സ്ഥാനം നൽകിക്കൊണ്ട് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ അന്വേഷിക്കുന്നു. എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെരിഫറലായിട്ടുള്ള രോഗത്തിൻ്റെ ചിഹ്നങ്ങളെ മാത്രം, സിംറ്റംസിനെ മാത്രം കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന അലോപ്പതി അല്ല ബയോമെഡിസിൻ എന്ന് പറയുന്ന സംഗതി മുഖ്യധാരാ സംവിധാനമാകുന്നു. നിതാന്തമായി പരമ്പര എത്ര കാലമായിട്ട് അനാദിയായിട്ട് പരമ്പരയായിട്ട് പകർന്നു വരുന്ന ആയുർവേദത്തിൻ്റെ പ്രയോഗം നിർത്തിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങൾ തുടരും. അടിസ്ഥാനപരമായി നമ്മളുടെ പൂർവ്വ പരമ്പരയുടെ ജീവിത പദ്ധതിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന് സൈദ്ധാന്തികമായിട്ടുള്ള ബലിഷ്ഠമായൊരു അടിത്തറയാണ് ആചാര്യശങ്കരൻ മധ്യകാലത്തെ എല്ലാ കാലുഷ്യവും ഇരിക്കെ അദ്വൈത ദർശനത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ സമകാലികമായൊരു വീണ്ടെടുക്കൽ നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അതിന് ഇതൊരു നിമിത്തമാകട്ടെ. നമ്മളുടെ ഈ ചിന്തകൾ, ഈ കൂട്ടായ്മകൾ